സുന്നിയല്ലാത്തവർക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു പ്രതികരണ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം അറിയിക്കുന്നുണ്ട്. ഈ വീഡിയോ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനോ മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്താനോ ഉള്ളതല്ല. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും ക്രിയാത്മകമായ വിമർശനത്തിനും വേണ്ടി മാത്രമുള്ളതാണ്. ഇതിലെ അഭിപ്രായങ്ങൾ തികച്ചും വസ്തുതകളെ അടിസ്ഥാനമാക്കി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് പകർപ്പവകാശ നിയമത്തിലെ ഫെയർ യൂസ്, ന്യായമായ ഉപയോഗ നയങ്ങൾക്ക് വിധേയമാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് സുന്നിയല്ലാത്തവർക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നാണ്. പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ഇത് പറയുന്നത് ഹാദിയ അസരിയ സനദ്ദാന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ്. എന്താണ് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് പറയുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് കേട്ടുവരാം. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ എടുത്തു പറയുന്ന സുന്നി എന്ന ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകാടിസ്ഥാനത്തിൽ സുന്നി ഷിയ എന്നീ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത്. എന്നാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വഹാബി, സുന്നി, അതുപോലെ വേറെ കുറെ അവാന്തര വിഭാഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ സുന്നി എന്നുള്ളത് ലോകാടിസ്ഥാനത്തിൽ സുന്നി ഷിയ എന്നുള്ളതിലെ ഷിയാക്കളെ മാറ്റി നിർത്തിയുള്ള സുന്നികളാണോ, അതോ ഇന്ന് കേരളത്തിൽ ഷിയായിസവും ബറേൽവിസവും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കടമെടുത്ത് തലയിലേറ്റി നടക്കുന്ന സമസ്തക്കാരെയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പേരോട് പറയട്ടെ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിന്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി കാര്യങ്ങൾ പറയുന്നത് ഹാദിയ അസരിയ സനദ്ദാന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട മക്കൾ അത്തരം വിവാഹം കഴിക്കുന്നതിലൂടെ, ഇത് സുന്നിയല്ലാത്തവരെ വിവാഹം കഴിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ ഓതി പ്രാർത്ഥിക്കുവാൻ പോലും പിന്നീട് തയ്യാറാവാത്ത അവസ്ഥ ഉണ്ടാകും എന്നാണ് പേരോട് ഈ പ്രഭാഷണത്തിലൂടെ പറയുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിയും കേൾക്കാനുണ്ട്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ ഓതുകയാണോ വേണ്ടത്, അവനവന് വേണ്ടി ഖുർആൻ ഓതുകയാണോ വേണ്ടത്? ഇസ്ലാം ഏതാണ് പഠിപ്പിച്ചത്? പേരോട് പറയുന്നത് മാതാപിതാക്കൾക്ക് മക്കളാണ് ഖുർആൻ ഓതി കൊടുക്കേണ്ടതെന്നാ. അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? ചിന്തിക്കുക. ഏതായാലും പേരോട് ബാക്കി എന്താ പറയുന്നതെന്ന് കേൾക്കാം നമുക്ക്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവളതാ പാടില്ലാത്ത പലതിലും ഏർപ്പെടുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? ഒരു പെൺകുട്ടിയെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും സലഫി ആദർശത്തിലുള്ള ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു യുവാവായിരിക്കാം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീഗ് പോലെയുള്ള ഖുർആനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഇസ്ലാമിക വീക്ഷണത്തിൽ ജീവിതം ക്രമീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ തങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കാൻ വന്നാൽ കെട്ടിച്ചു കൊടുക്കല്ലേ, പിടുത്തം വിട്ടു പോകും എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് ഇപ്പൊ പറഞ്ഞത്? പുതിയ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന പറഞ്ഞ്. അവിടെ എന്താണ് ഇസ്ലാമിക വിരുദ്ധമായിക്കൊണ്ട്, ബിദ്അത്തായിക്കൊണ്ടുള്ള, അനാചാരമായി ഇസ്ലാം നിഷിദ്ധമാക്കിയ എന്ത് കാര്യങ്ങളാണ് അവർ തുടങ്ങുക എന്ന് പേരോട് തന്നെ പറയട്ടെ. അതേ ബാപ്പക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അവൾ മാറി നിൽക്കുകയാണ്. അത് ശരി, അതാണ് കാര്യം. അപ്പോ ബിദ്അത്തായിട്ടൊരു കാര്യം ചെയ്യല്ല, ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായി പറയുന്നത്. പ്രിയമുള്ളവരെ, അവനവന് വേണ്ടി അവനവൻ ഖുർആൻ പരമാവധി ഓതുക, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. അല്ലാതെ നമ്മൾ മരണപ്പെട്ട് കബറിൻ്റെ ഉള്ളിൽ പോയി കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ കുട്ടികൾ ഇങ്ങനെ ഓതിത്തരുന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ടതില്ല. അങ്ങനെ പ്രവാചകരോ പ്രവാചകരിൽ നിന്ന് ദീൻ അഭ്യസിച്ച സ്വഹാബത്തോ പഠിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ കലാമിലോ വിശുദ്ധ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിലോ ഇല്ലാത്ത ഈ ബിദ്അത്തായ ഒരു കാര്യം ഇവർക്ക് എവിടെ നിന്നോ കിട്ടി, അവരത് ചെയ്തുകൊണ്ട് നടക്കുന്നു. ദീനനുസരിച്ച് ജീവിക്കുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മാക്കാലല്ലാ, അള്ളാഹു എന്ത് പറഞ്ഞു? വമാക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അത് മാത്രമാണ് ദീന്. അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കും. ഇതാണ് കാര്യല്ലേ? പറയ്, കേക്കട്ടെ. അവളുടെ കുട്ടികൾ ഖിയാമത്ത് നാൾ വരെ പിന്നീട് നമുക്കൊരു യാസീൻ ഓതുന്ന മക്കളാവൂല. അല്ല പേരോട് ഉസ്താദെ, ആരാന്റെ മക്കൾക്ക് കെട്ടിച്ചു കൊടുത്ത് നമ്മളെ പെൺമക്കളെ കുട്ടികളെ അമ്മക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതൂലെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തലതല്ലിക്കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഓതുക. നിങ്ങൾ മരിച്ചു പോണതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതുക. ഒരു മൊയിലിയരായ നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ മക്കള് ഏത് നമ്മളെ പെൺമക്കളെയൊക്കെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്ത് ഓല മക്കളൊക്കെ അമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യാസീൻ ഓതിയിട്ട് ഇങ്ങനെ പാർസലാക്കാൻ ഇരിക്കുകയാണെന്ന് പറയാം. എന്തിനാ പേരോടെ ഇങ്ങനെ ഈ സാധുജനങ്ങളെ ഇനിയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? പറയും. ഇനി ഇതുമേ കോട്ടിമാട്ടി കൂട്ടിക്കെട്ടുന്നൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കാം. നമുക്ക് നമ്മുടെ ഖബറിന്റെ അടുക്കൽ വരുന്ന മക്കളാവൂല, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവൂല. അപ്പൊ അതാണ് കാര്യം. ഇവിടെ പേരോട് ഇത്രയും ഇടങ്ങേറായിട്ട് പറയണത്, ഖുർആനും സുന്നത്തും അനുസരിച്ച് മുഅ്മിനീങ്ങളായിട്ട് സലഫിയത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ മക്കളെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബിദ്അത്തിൽ നിന്നൊക്കെ മാറിയിട്ട് അവിറ്റ മുഅ്മിനീങ്ങളായിട്ട് മുവഹ്ഹിദീങ്ങളായിട്ട് ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യും. അതനുവദിക്കരുത്. നമ്മളെ മക്കളൊക്കെ ഏത് പെമ്മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. പെമ്മക്കൾ പേരോടെ പോലെ കുട്ടികളല്ലേ അല്ലേ? എന്തോട്ടെ, ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. ഓല് മുഴുവൻ അവര് മുഴുവൻ ഖുറാഫികളായിട്ട് തന്നെ ജീവിച്ച് ഖുറാഫികളും കുബൂരികളുമായിട്ട് മരിച്ചു പോണം എന്നാണ് ഇപ്പൊ പേരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വല്ലാത്ത ജാതി പഠിപ്പിക്കലായി പോയി പേരോടെ. എന്നാ നിങ്ങൾക്കൊക്കെ അന്തം വെക്കുക? നമ്മൾ എന്തിനു പോറ്റി വളർത്തിയ മകളെ ഈ സുന്നിയല്ലാത്ത മനുഷ്യന്റെ പണം കണ്ടിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇവിടെ പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പണം കൊണ്ട് വല്ലതും നേടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര കോടീശ്വരന്മാരുടെ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്നു, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, മനസ്സമാധാനമില്ലാതെ, ആരോഗ്യമില്ലാതെ, ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന എത്ര കോടീശ്വരന്മാരും ഒക്കെയാണ് മൂപ്പരുടെ ഇപ്പോഴത്തെയും ചിന്ത. ദുനിയാവ് മാത്രമാണ് മൂപ്പരുടെ ചിന്ത. പൊന്നാരന്റെ പേരോടെ നിങ്ങളെ ഉസ്താദ് അല്ലേ, മൂപ്പരൊരു കോടീശ്വരനാണല്ലോ, നിങ്ങളും ചെറിയൊരു കുട്ടി കോടീശ്വരൻ തന്നെ. മറ്റൊരു കാര്യം സാധുക്കൾക്ക് അറിയോന്നാവേ എന്തോ, നിങ്ങളുടെ ഉസ്താദായ കാന്തപുരം AP അബൂക്കർ മൗലിയര് മൂപ്പരൊരു കോടീശ്വരനാണ്. ആ കോടീശ്വരനും മേപ്പട്ടോക്കി കടന്നല്ലോ അല്ലേ? ക്യാൻസർ ഒന്നല്ല, മറ്റെന്തോ രോഗമായിരുന്നു. ക്യാൻസർ അത് താങ്കൾക്കും എനിക്കും ഒക്കെ വരാവുന്ന രോഗമുള്ളൂ. അറ്റാക്ക് അതും താങ്കൾക്കും എനിക്കും ഒക്കെ വരാവുന്നുള്ളൂ. അല്ലെങ്കിൽ സ്ട്രോക്ക്, നമുക്ക് മാരകമായ രോഗങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും പേരോടെ. അതിനെന്തിനാ അങ്ങനെ ബേജാറാകുന്നത്? അതല്ല നിങ്ങളുടെ പ്രശ്നം നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ള ബേജാറാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്, അതും കൂടി കേട്ട് നമുക്കത് അവസാനിപ്പിക്കാം. ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരായ ആൺകുട്ടികളും ഉമ്മയുടെ കാരുണ്യം മറന്നുപോകാൻ പാടില്ല. ഉമ്മ മരിച്ചാലും ഉമ്മ നമ്മോട് കാണിച്ച കാരുണ്യം ഓർമ്മ വേണം. ഉമ്മയുടെ ഖബറിങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സിയാറത്തിന് അങ്ങോട്ട് പോകണം. സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്ന് ഉമ്മാന്റെ പേരിൽ യാസീനും ഫാത്തിയും ഒക്കെ ഓതണം. സ്ത്രീകളാണെന്ന് വീട്ടിലിരുന്നിട്ട് യാസീൻ ഓതിയാൽ മതി. സ്വന്തം വാപ്പാന്റെ ഇമ്മാന്റെ ഒക്കെ ഏതെങ്കിലും മണ്ടനും അടങ്കോടനുമായ ഇങ്ങനെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഔലിയ ആരാണ് ആരല്ല എന്നുള്ളത് അള്ളാഹു ആണ് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ ആണല്ലോ വലിയ വഹി നിലച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കാലശേഷം ഒന്നും വരുന്നില്ല. പിന്നെ എങ്ങനെ ഇവർ ഈ ഔലിയാണെന്ന് പറയാം? എന്തോ ആവട്ടെ, ഇവർ പറയുന്ന ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവരുടെ ജാർത്തുങ്ങൾക്ക് ഏത് സ്ത്രീക്കും കയറിച്ചല്ല. അതുപോലെ തന്നെ അവരുടെ ഉറൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെട്ടി, ചന്ദനക്കുടം അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കുമ്പോൾ ഏത് താത്താക്കും പോയിട്ട് ഇനി പർദ്ദട്ടിട്ടാണെങ്കിലും വേണ്ട, പർദ്ദട്ടിട്ടല്ലെങ്കിലും വേണ്ട കളിക്കാം. പർദ്ദട്ട് കളിച്ചൊരു കളിയുണ്ട് അല്ലേ ഭീമാപ്പള്ളി. പർദ്ദടാണ്ട് ചുരിദാറിട്ടിട്ടിപ്പോൾ പട്ടാമ്പി നേർച്ചയ്ക്ക് കളിച്ചൊരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ പേരോടെ നിങ്ങൾ ദീനിൻ്റെ അപ്പുറത്തുള്ള വേറെന്തൊക്കെയോ കൂട്ടിക്കുഴച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി ഉണ്ട്, പറയണോ? കേൾക്കാം നമുക്ക്. എന്നിട്ട് പ്രാർത്ഥിക്കണം. ഉമ്മയോടുള്ള വലിയ സ്നേഹം അവർക്ക് മരണശേഷവും നമ്മിൽ നിന്ന് ലഭിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ പേരോടെ നിങ്ങൾ ഇത്രയും ഇടങ്ങേറായത്?
പ്രാർത്ഥന എന്നുള്ളത് അത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. അത് മാത്രമല്ല അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ദുആ അത് തന്നെയാണ് ആരാധന, ഇബാദത്ത് എന്നാണ്. അപ്പൊ അതല്ലല്ലോ നിങ്ങളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓത്തും പാട്ടും അല്ലേ? പിന്നെ യോത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് നേരെ നിങ്ങൾ മങ്കൂസിക്ക് ഒരേറ്റ ചാട്ടാണ്ട് ചാടല്ലേ ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, പേരോടിനോടല്ല ഞാൻ അത്രയും നേരം പറഞ്ഞിരുന്നത്. പേരോടിനെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ പറയുന്ന ഇതുപോലെയുള്ള എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് വിലയിരുത്തിക്കോളൂ. അത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഖിറം കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ദുനിയാവിൽ ജീവിച്ചു പോകല്ലേ. അള്ളാഹു എന്താണോ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ വിട പറയുന്നു മൻസൂർ മണ്ണാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.